ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുംതൂണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റമടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ റഷ്യയുമായി ചർച്ച നടത്തി. സുപ്രധാന ചർച്ചയിൽ പങ്കെടുത്ത് പ്രതിരോധ മന്ത്രിമാർ. 2029 ലോക പോലീസ് ആന്റ് ഫയർ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. രാജ്യത്തിന്റെ കായിക മേഖലയ്ക്കുള്ള ആഗോള അംഗീകാരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുംതൂണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ സുസ്ഥിര സാമ്പത്തിക വികസനത്തിന് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര MSME ദിന പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 30% ഈ മേഖലയിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. सूक्ष्म, लघु और मध्यम उद्यम न केवल देश के सफल घरेलू उत्पाद में महत्वपूर्ण योगदान देते हैं, बल्कि वे जमीनी स्तर पर नवाचार को भी बढ़ावा देते हैं. ये उद्यम रोजगार सृजन के साथ साथ सामाजिक समावेश को भी सफल प्रदान करते हैं. MSME क्षेत्र भारत के सफल घरेलू उत्पादों में 30% का योगदान रहा है. ये क्षेत्र कृषि के बाद देश में दूसरे सबसे बड़ा रोजगार सृजनकर्ता भी है. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ പിന്തുണ നൽകുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കായുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പും ചടങ്ങിൽ രാഷ്ട്രപതി പുറത്തിറക്കി. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഒഡീഷയിലെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കാതലായ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് സുഗമമായ റെയിൽ യാത്ര ഉറപ്പാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണം, സുഖോയ് Su-30 MKI യുദ്ധവിമാനങ്ങളുടെ പരിഷ്കരണം, നിർണായക സൈനിക ഉപകരണങ്ങളുടെ സംഭരണം എന്നിവ സംബന്ധിച്ച് റഷ്യയുമായി ചർച്ച നടത്തി ഇന്ത്യ. ചൈനയിലെ കിങ് ദാവോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലിസോവുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. നിലവിലെ ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരത, ഇന്തോ റഷ്യൻ പ്രതിരോധ സഹകരണം എന്നീ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. SCO യോഗത്തിൽ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ബെലറൂസ്, തജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായാണ് ശ്രീ രാജ്നാഥ് സിംഗ് ആശയവിനിമയം നടത്തിയത്. പ്രതിരോധ മേഖലയിൽ സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്തു. പ്രതിരോധ ഉൽപാദന മേഖലയിൽ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള പുരോഗതിയും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികളും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഭീകരവാദത്തെക്കുറിച്ച് ഒരു രാജ്യം പരാമർശിക്കാൻ ആഗ്രഹിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാത്തതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭീകരവാദത്തിനെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സംയുക്ത പ്രസ്താവനയിൽ ഭീകരവാദത്തെക്കുറിച്ച് പരാമർശമില്ലെങ്കിൽ ഇന്ത്യ അതിൽ ഒപ്പിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. Rajnathji's view rightly was that without that reference, when the main purpose of that organization is to fight terrorism, and you are not allowing a reference to that, so I think it is very understandable. And सर्वसम्मति से SCO चलता है. तो एक देश ने जो है उन्होंने कहा कि हम नहीं मानेंगे कि आतंकवाद का कहीं जिक्र होना है, और राजनाथ जी ने कहा कि अगर आतंकवाद का कोई इसमें जिक्र नहीं है तो हम लोग जो है वो स्टेटमेंट नहीं मानेंगे. ഇറാനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചിയുമായി സംസാരിച്ചു. ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് ഇറാൻ വിദേശകാര്യമന്ത്രിയോട് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു.
2029 ലോക പോലീസ് ആന്റ് ഫയർ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. വേദിയായി അഹമ്മദാബാദിനെയാണ് തിരഞ്ഞെടുത്തത്. അത്ലറ്റിക് മീറ്റിന് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ കായിക മേഖലയ്ക്കുള്ള ആഗോള അംഗീകാരമാണ് ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊസാംബിക്കിന് ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ കൈമാറി ഇന്ത്യ. വാരണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് വികസിപ്പിച്ചെടുത്ത 3300 കുതിരശക്തിയുള്ള ശക്തമായ എഞ്ചിനുകളാണ് മൊസാംബിക്കിന് കൈമാറിയത്. 10 ലോക്കോമോട്ടീവുകളിൽ 2 എണ്ണമാണ് ഇപ്പോൾ നൽകിയത്. ശേഷിക്കുന്നവ ഈ വർഷം അവസാനത്തോടെ അയക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ദിവ്യാംഗർ, വയോജനങ്ങൾ എന്നിവർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തുന്നതിനായി സുഗമ്യ ഭാരത് ആപ്പ് നവീകരിച്ച കേന്ദ്ര സർക്കാർ. AI അധിഷ്ഠിത ചാറ്റ് ബോട്ടിലൂടെ കൂടുതൽ സൌഹൃദമായ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ആപ്പ് നവീകരിച്ചിട്ടുള്ളത്. സർക്കാർ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും സഹായങ്ങളും തത്സമയം ലഭ്യമാക്കുകയാണ് ആപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. മൻ കി ബാത്തിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഇന്നും കൂടി അറിയിക്കാവുന്നതാണ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്ത് MLAയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സ്പീക്കർ AN ഷംസീർ മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആര്യാടൻ ഷൌക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൌക്കത്ത് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിമല, പമ്പ, അച്ചൻകോവിൽ, തൊടുപുഴ, കീച്ചേരി ഉൾപ്പെടെ വിവിധ നദികളിലെ ജലനിരപ്പ് വർദ്ധിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാകുമ്പോൾ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. പെരിയാർ, മഞ്ചുമല, ഉപ്പുതുറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളിലെ 3220 പേരെ ഇന്ന് രാത്രി 8 മണിക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. 20-ലധികം ക്യാമ്പുകൾ സജ്ജമാക്കിയതായും ഷട്ടറുകൾ പകൽ സമയത്ത് മാത്രമേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായും കളക്ടർ അറിയിച്ചു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്രയ്ക്ക് ഒഡീഷയിൽ തുടക്കമായി. വൈകുന്നേരം 4 മണിയോടെ പുരി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച രഥയാത്ര 3 കിലോമീറ്റർ അകലെയുള്ള ശ്രീ ഗുംഡിച്ച ക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് രഥയാത്രയ്ക്ക് അകമ്പടിയേകുന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രഥയാത്രയ്ക്ക് ആശംസകൾ നേർന്നു. ഇറാനിൽ അടുത്തിടെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിരോഷിമ, നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങളുമായി താരതമ്യം ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ജപ്പാൻ. 1945-ൽ 2 ജാപ്പനീസ് നഗരങ്ങളിൽ US ആണവ ബോംബുകൾ വർഷിച്ചപ്പോൾ ഏകദേശം 1,40,000 പേരാണ് മരിച്ചത്. ട്രംപിന്റെ പരാമർശങ്ങൾ അങ്ങേയറ്റം ഖേദകരമാണെന്നും ആണവായുധങ്ങളുടെ ഉപയോഗത്തെ ന്യായീകരിക്കുന്നതായും നാഗസാക്കി മേയർ ഷിറോ സുസുക്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുന്തൂണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റമടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ റഷ്യയുമായി ചർച്ച നടത്തി. സുപ്രധാന ചർച്ചയിൽ പങ്കെടുത്ത് പ്രതിരോധ മന്ത്രിമാർ. 2029-ലെ ലോക പോലീസ് ആന്റ് ഫയർ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. രാജ്യത്തിന്റെ കായിക മേഖലയ്ക്കുള്ള ആഗോള അംഗീകാരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്ത് MLAയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.
കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.